ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ രേവതിയും വേണുവും അനാമികയൊക്കെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക കേട്ടോ. കാര്യം വെച്ചാൽ ആ വീഡിയോ എന്തായാലും അവിടെ അനന്തപുരി തറവാട്ടിൽ എല്ലാവരെയും കാണിച്ച് അവിടെ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാവുമെന്നൊക്കെ ഉള്ള ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പോൾ ഇവർ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. എന്തായാലും വേണു പറയുന്നുണ്ട്, എന്തായാലും ഓണമൊക്കെ ആഘോഷിച്ചതല്ലേ കളവനും കളവിയൊക്കെ, അപ്പോൾ എന്തായാലും ഇനി കുറച്ച് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നിൽക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കര സന്തോഷത്തിൽ. നമ്മളെ മുത്തശ്ശനാണെങ്കിൽ അനന്തപുരി തറവാട്ടിലാണെങ്കിൽ എല്ലായിടത്തും ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അജയൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇന്ന് നീ ഒരു അച്ഛനാണ്, നാളെ നിൻ്റെ മോനിക്കൊരു കുഞ്ഞ് ജനിച്ചാൽ നീ ഒരു മുത്തശ്ശനാവും, എന്നിട്ടും നിൻ്റെ മോൻ ഇത്രയ്ക്കും വലിയൊരു തെറ്റ് ചെയ്തിട്ട് നീ എന്തുകൊണ്ട് അവനെ ചോദ്യം ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അജയൻ്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു പെണ്ണും സഹിക്കാൻ പറ്റാത്തൊരു തെറ്റാണ് നിൻ്റെ മോൻ ചെയ്തതെന്ന് പറയും കേട്ടോ. എന്നിട്ട് നമ്മൾ ആ അനി അങ്ങോട്ട് വരുമ്പോൾ അനിയുടെ കോളറിന് കുത്തിപ്പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെയാണ് ഇത്രയും ധൈര്യം തോന്നിയത്, ഒരു അർദ്ധരാത്രിക്ക് ഒരു പെണ്ണിൻ്റെ അടുത്ത് നിനക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നിനക്ക് എത്രയ്ക്കും ധൈര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ചോദിക്കുവാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ നയനയാണെങ്കിൽ ഇങ്ങനെ കണ്ണും തള്ളിയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അനിയാണെങ്കിൽ ദേഷിച്ച് പുറത്തിറങ്ങി പോകുന്നുണ്ട്. അപ്പം നമ്മൾ അനിയുടെ പിറക്കെയാണെങ്കിൽ ദേവ്യാനിയും പോകുന്നുണ്ട്. പോയിട്ട് പറയുന്നുണ്ട്, മോനെ മോൻ പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷേ അനാമികയെ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് മോൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നന്ദുവിനെയാണ് നീ തീരുമാനിച്ചിരിക്കുന്നത്, പക്ഷേ ആ ബന്ധം നടക്കുമെന്ന് തോന്നുന്നുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് കയ്യിൽ പിടിക്കാൻ പോകുമ്പോൾ നമ്മൾ അനിയാണെങ്കിൽ കൈയൊക്കെ തട്ടി മാറ്റുന്നുണ്ട് കേട്ടോ ദേഷ്യത്തിൽ. അപ്പോഴത്തേക്ക് ഇതിനെക്കാട്ടി വലിയ തെറ്റൊക്കെ ചെയ്ത് ഒരു കൊച്ചിനെയും ഒരു തള്ളയും വഴിയാധാരമാക്കിയ ഒരു കള്ളൻ നമ്മളെ സൈഡിലൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ അബിയെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, മുത്തശ്ശനും ഇല്ല, വീട്ടുകാരും ഇല്ല, ആരുമില്ല. അതുകൊണ്ട് അബിയാണെങ്കിൽ നല്ല ഹോളടിച്ച് ഇങ്ങനെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.